ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. സ്ക്രീന് വിസിബിൾ അല്ലേ? അപ്പോൾ ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെ നമ്മൾ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സിനെ പരസ്പരം കണക്ട് ചെയ്യുന്നതിനെയാണ് ഒരു നെറ്റ്വർക്ക് എന്ന് പറയാം. ഇനി നമുക്ക് ഈ നെറ്റ്വർക്കിനെ ഡിഫറെൻറ്റ് ടൈപ്സിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഒരു നെറ്റ്വർക്ക് നമ്മൾ എത്രത്തോളം ഏരിയ കവർ ചെയ്യാൻ പറ്റും എന്ന ജിയോഗ്രഫിക്കൽ ഏരിയനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അതായത് എത്രത്തോളം ഏരിയ കവർ ചെയ്യാൻ പറ്റും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ നെറ്റ്വർക്കിനെ മെയിനായിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പാൻ, ലാൻ, മാൻ ആൻഡ് വാൻ. ഓക്കെ, പാൻ എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മാൻ എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വാൻ എന്ന് പറഞ്ഞാൽ വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ഇങ്ങനെ നമ്മൾ നെറ്റ്വർക്കിനെ മെയിനായിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? പാന്, ലാന്, മാന് ആൻഡ് വാൻ. അതായത് ഓരോ നെറ്റ്വർക്ക് നമ്മൾ ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിനെയാണ് നെറ്റ്വർക്ക് എന്ന് പറയാം. ഈ ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പ്യൂട്ടേഴ്സിന് എത്രത്തോളം ഏരിയ കവർ ചെയ്യാൻ സാധിക്കും എന്നതിനനുസരിച്ച് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി ഓരോന്നും നോക്കാം. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ പാൻ എന്ന് പറയുന്നത്. ഓക്കെ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി നമ്മൾ സിസ്റ്റംസിനെ കണക്ട് ചെയ്യുന്നതാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു കമ്പ്യൂട്ടറിൽ മൈക്രോഫോൺ യൂസ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ നിങ്ങൾ മൈക്രോഫോൺ കണക്ട് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ മൈക്രോഫോൺ കണക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഹെഡ്സെറ്റ് ഒക്കെ കണക്ട് ചെയ്യുമ്പോൾ ആ മൊബൈലിലുള്ള പാട്ട് നമുക്ക് നമ്മുടെ ഹെഡ്സെറ്റിലൂടെ കേൾക്കാൻ പറ്റും. ആ മൊബൈലിൽ എന്താണോ ഉള്ള ഡാറ്റ നമുക്ക് ഷെയർ ചെയ്ത് കിട്ടുന്നുണ്ട് അല്ലേ? ആ ഒരു ഹെഡ്സെറ്റുമായി ഷെയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഡിവൈസുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡ് കണക്ട് ചെയ്യാറുണ്ട്, അതുപോലെ മൊബൈൽ കണക്ട് ചെയ്യാറുണ്ട് കമ്പ്യൂട്ടറുമായിട്ട്, പിന്നെ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാറുണ്ട്. ഇതൊക്കെയാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലൂടൂത്ത്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മൾ ആദ്യ കാലങ്ങൾ ഇപ്പോൾ വാട്സപ്പ് ഒക്കെ വരുന്നതിൻ്റെ മുന്നേ നമ്മൾ ഫോട്ടോസൊക്കെ ഷെയർ ചെയ്തിരുന്നത് എങ്ങനെയാണ്? ഫോട്ടോസ് അല്ലെങ്കിൽ ഓഡിയോസ്, വീഡിയോസ് ഒക്കെ നമ്മൾ ഷെയർ ചെയ്യാൻ ബ്ലൂടൂത്ത് ആണ് യൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിരുന്നത്? നമ്മുടെ ഇപ്പോൾ നമുക്കൊരു ഫ്രണ്ടിന് ഒരു ഫോട്ടോ ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നമ്മുടെ ഫോണിലും ബ്ലൂടൂത്ത് ഓൺ ആക്കും, നമ്മുടെ ഫ്രണ്ടിൻ്റെ ഫോണിലും ബ്ലൂടൂത്ത് ഓൺ ആക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ഫയൽ ഷെയർ ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ബ്ലൂടൂത്ത് അല്ലെങ്കിൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാക്സിമം ഒരു 10 മീറ്റർ റേഞ്ച് ഏരിയ വരെ മാത്രമേ നമുക്കതിൽ കവർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ക്ലിയർ അല്ലേ? അതാണ് പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ബ്ലൂടൂത്ത് ഓൺ ചെയ്തിട്ട് നമുക്ക് ഒരാൾ ഒരു സ്ഥലത്തിരുന്ന് അടുത്ത ആൾ കുറേ ദൂരെ പോയിരുന്ന ആ ഫയൽ ഷെയർ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കോ? റെസ്പോണ്ട് ചെയ്യട്ടോ. ഫയൽ ഷെയർ ചെയ്യാൻ സാധിക്കോ കുറേ ദൂരെ പോയിരുന്നാൽ? ഇല്ല, നമുക്ക് വളരെ അടുത്ത ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഫയൽ ഷെയറിങ് പോസിബിൾ ആയിട്ട് സാധിക്കുള്ളൂ. അതാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. അറൗണ്ട് ഒരു 10 മീറ്റേഴ്സ് വരെ ഏരിയ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? ഡാറ്റ ഷെയറിങ് വേണ്ടി കവർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, ഇതിനകത്ത് മെയിനായിട്ട് എക്സാമ്പിൾ പറയുന്നത് ബ്ലൂടൂത്ത് അല്ലെങ്കിൽ ഇൻഫ്രാറെഡ് വേവ്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിമോട്ട്, നമ്മുടെ ടിവിയും അതിൻ്റെ റിമോട്ടും, നമ്മൾ റിമോട്ട് കുറേ ദൂരെ വെച്ചിട്ട് നമുക്ക് ചാനൽ മാറ്റാൻ ശ്രമിച്ചാൽ നമുക്ക് മാറ്റാൻ പറ്റില്ല. കാരണം എന്താ? കുറച്ച് ഏരിയ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? അത് കവർ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇതൊക്കെയാണ് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന ഡിവൈസുകൾ. നെക്സ്റ്റ് ആണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ പേഴ്സണൽ ഏരിയ എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്ക് ഡാറ്റ ഷെയറിങ് പോസിബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്കൊരു കുറച്ചും കൂടെ ആ ഡിസ്റ്റൻസ് കവറേജ് ഏരിയ നമുക്ക് കൂട്ടാൻ വേണ്ടി നമ്മൾ നെക്സ്റ്റ് കൊണ്ടുവന്നതാണ് ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു റൂം അല്ലെങ്കിൽ ഒരു ബിൽഡിങ്, ആ ബിൽഡിങ്ങിൻ്റെ ഉള്ളിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിട്ട് ഫയൽ ഷെയർ ചെയ്ത് യൂസ് ചെയ്യുക. അതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ലാൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ലാബ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ലാബിൻ്റെ അകത്ത് നമുക്കറിയാം ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. ആ കമ്പ്യൂട്ടേഴ്സുകൾ നമ്മൾ പരസ്പരം എന്ത് ചെയ്യാറുണ്ട്? കണക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്താണ്? ലാനിന് എക്സാമ്പിളാണ്. ഓക്കെ,
അതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പറഞ്ഞാൽ. വിത്തിൻ എ റൂം അല്ലെങ്കിൽ ബിൽഡിംഗ്, ഒരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിലെയോ അല്ലെങ്കിൽ റൂമിൻ്റെ ഉള്ളിലെയോ ഉള്ള ഡിവൈസുകളെ പരസ്പരം കണക്ട് ചെയ്യുന്നതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? ലാൻ എന്ന് പറഞ്ഞാൽ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ആണ്. ലാൻ എന്ന് പറഞ്ഞാൽ ഒരു റൂം അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തുള്ള കമ്പ്യൂട്ടേഴ്സിന് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിട്ട് ഫയലുകൾ ഷെയർ ചെയ്യാം. അതാണ് ലാൻ. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ, ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു കമ്പ്യൂട്ടറിൻ്റെ ലാബായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്കറിയാം ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിന് നമുക്ക് എന്ത് ചെയ്യണം, ഇങ്ങോട്ടൊരു ഡാറ്റ എന്തെങ്കിലും ഫയൽ സെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇതെല്ലാം കൂടെ ഒരു ഡിവൈസിനായിട്ട് കണക്ട് ചെയ്താൽ മതി. അത് നമ്മളിനി പഠിക്കും, നെറ്റ്വർക്കിംഗ് ഡിവൈസ്. ഇപ്പോൾ ഇവിടെ സ്വിച്ച് എന്ന് പറയുന്ന ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ട് ഈ ഒരു ഡിവൈസിനായിട്ട് നമ്മൾ ആ ഡിവൈസിന് ഏതൊക്കെ കമ്പ്യൂട്ടേഴ്സ് ആണോ ലാബിലുള്ളത് ആ കമ്പ്യൂട്ടേഴ്സും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു ഡിവൈസുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ലാൻ എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ ലാബോ ആ ലാബിലെ സിസ്റ്റംസ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഇനി ഇവിടെ ഈ ഒരു ഡിവൈസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. സ്വിച്ച് വെച്ചിട്ടാണ് ഈ എല്ലാ ഡിവൈസുകളും തമ്മിലും പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഡിവൈസിലുള്ള ഫയൽ നമുക്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റും, ഇവിടെയുള്ള ഫയൽ നമുക്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്യാം, ഇവിടെയുള്ള ഈ ലാപ്ടോപ്പത്തെ ഏതെങ്കിലും ഫയൽ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിലേക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ഡിവൈസിലേക്ക് വേണമെങ്കിലും ഷെയർ ചെയ്യാം. അതെല്ലാം നമുക്ക് ഇനി നമ്മുടെ ലാബ് ഉണ്ട്, ലാബിൻ്റെ അകത്ത് നമുക്ക് ഒരൊറ്റ പ്രിൻ്ററേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ പ്രിൻ്ററിന് എന്തെങ്കിലും പ്രിൻ്റ് എടുക്കണം. അപ്പോൾ പ്രിൻ്റ് എടുക്കാനുള്ള ഡാറ്റ ഈ ഒരു ലാപ്ടോപ്പിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഇതൊരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ പ്രിൻ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രിൻ്ററിൽ അത് പ്രിൻ്റ് എടുക്കാൻ വേണ്ടി സാധിക്കും. അതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. അതൊരു ബിൽഡിങ് അല്ലെങ്കിൽ ഒരു റൂം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ആ ഒരു ഏരിയയിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഡിവൈസുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അതായത് ഇവിടെ ഇൻ്റർനെറ്റ് ഒന്നും അല്ല നമ്മൾ പറയുന്നത്, ഇൻ്റർനെറ്റൊക്കെ നമ്മൾ ഇനി എത്തുന്നുള്ളൂ. ഇപ്പോഴത്തെ പറഞ്ഞത് ഈ ഒരു കമ്പ്യൂട്ടറിലുള്ള ഇൻഫർമേഷൻസ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. അതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഇത് നമുക്ക് വയേർഡ് ആയിട്ടും ചെയ്യാം, വയർലെസ് ആയിട്ടും ചെയ്യാം. വയേർഡ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഡിവൈസിലേക്ക് ഇതെല്ലാം കേബിൾ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടും നമുക്ക് വർക്ക് ചെയ്യിക്കാം, അല്ലെങ്കിൽ വയർലെസ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യിക്കാം. അപ്പോൾ എങ്ങനെ ചെയ്യുമ്പോഴും അതിൻ്റെ ഒരു റേഞ്ച് എന്ന് പറയുന്നത് ഒരു റൂമിൻ്റെ ഉള്ളിലുള്ള ഡിവൈസുകളെ പരസ്പരം നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ സാധിക്കുള്ളൂ. അതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മൾ ഈ ഓരോ നെറ്റ്വർക്കുകൾ പറയും തോറും എന്താവും, അതിൻ്റെ ഏരിയ കവർ ചെയ്യുന്ന ഏരിയ നമുക്ക് കൂട്ടി കൊണ്ടുവരിക ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്കാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് പറഞ്ഞു ആകെ 2 ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. ഇപ്പോൾ നമ്മൾ ബ്ലൂടൂത്ത് വഴി അല്ലെങ്കിൽ നമ്മുടെ റിമോട്ട് വെച്ചിട്ട് TV വർക്ക് ചെയ്യിക്കുക, അതൊക്കെ വളരെ ചെറിയ ഡിസ്റ്റൻസിൽ. ഇനി നമുക്ക് അതിനെക്കാട്ടി കുറച്ചും കൂടെ ഏരിയ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ലാൻ യൂസ് ചെയ്യാം. അതായത് ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ ഉള്ളിലെ കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യാം, അതിന് നമ്മൾ ലാൻ യൂസ് ചെയ്യാം. ഇനി നമുക്ക് അതല്ല കുറച്ചും കൂടെ ഏരിയ കവർ ചെയ്യണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. അതായത് സിറ്റികളൊക്കെ, ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ബാംഗ്ലൂർ സിറ്റി, ഈ ബാംഗ്ലൂരിൽ തന്നെ ഒരു SBIൻ്റെ ബാങ്ക്, ആ ബാങ്കിൻ്റെ ഒരു 4 or 5 ബ്രാഞ്ചുകൾ ഉണ്ടാവും അല്ലേ. അപ്പോൾ ഒരു സിറ്റി എടുത്തു കഴിഞ്ഞാൽ സിറ്റിയിൽ തന്നെ 4 or 5 ബ്രാഞ്ചുകൾ ഉണ്ടാവും. ഈ ബ്രാഞ്ചുകൾക്കെല്ലാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ കവർ ചെയ്യണമെങ്കിൽ അവരെന്ത് നെറ്റ്വർക്കാണ് ഫോം ചെയ്യുക, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്കാണ് ഫോം ചെയ്യുക. അതായത് സിറ്റികൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മാൻ. ഓക്കെ, കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസസ് വിത്തിൻ എ സിറ്റി. ഒരു ബാംഗ്ലൂർ ആണെങ്കിൽ ആ ബാംഗ്ലൂർ സിറ്റിയിലുള്ള ഏരിയകൾ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് കുറച്ച് കിലോമീറ്റേഴ്സ് വരെ അതിന് നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതായത് ഇപ്പോൾ ഈ ഒരു മാനിൻ്റെ അകത്ത് കുറേ ലാനുകൾ ഉണ്ടാവും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക്
ഇപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിൽ ഇപ്പം ഒരു SBIൻ്റെ ഒരു 4 ബ്രാഞ്ചാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇവിടെ ഒരു ലാൻ ഉണ്ടാവും, ഒരു ബ്രാഞ്ചിൽ ഒരു ലാൻ ഉണ്ടാവും. അടുത്ത ബ്രാഞ്ച് ഇവിടെ ഒരു ലാൻ ഉണ്ടാവും. ലാൻ എന്ന് പറഞ്ഞാൽ ആ ഒരു ബ്രാഞ്ചിലെ എല്ലാ കമ്പ്യൂട്ടേഴ്സും തമ്മിൽ ഒരു ലാനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് ബ്രാഞ്ച് എടുക്കുകയാണെങ്കിൽ ആ ബ്രാഞ്ചിലെ എല്ലാ കമ്പ്യൂട്ടേഴ്സും തമ്മിൽ അടുത്ത ആ ലാനിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ബ്രാഞ്ച് എടുക്കുകയാണെങ്കിൽ അതെല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇവ തമ്മിൽ മൊത്തത്തിൽ ഒരു കണക്ഷൻ കൊടുക്കുന്നുണ്ടാവും. അതാണ് നമ്മൾ പറയുന്ന മാൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പം ഇത്രയും ഏരിയ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇത്രയും ഏരിയ കവർ ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ബ്രാഞ്ചിലുള്ള എന്തെങ്കിലും ഫയൽ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങോട്ട് ഷെയർ ചെയ്യാം. ഇവിടെ നിന്നുള്ള ഫയൽ നമുക്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്യാം. അങ്ങനെ പരസ്പരം ഷെയർ ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഇത് സാധാരണ നമ്മുടെ ഏതെങ്കിലും ഒരു സിംഗിൾ എൻറ്റിറ്റി അല്ലെങ്കിൽ ഗവൺമെന്റ് ബോഡി ആയിരിക്കും ഇതിന്റെ ഓണർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ലാനൊക്കെ ആണെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു ബിൽഡിംഗ് ഒരു റൂമിന്റെ അകത്താണ്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി കോളേജിന് വേണ്ടിയിട്ടാണെങ്കിൽ ആ കോളേജ് ആയിരിക്കും അതിന്റെ ഓണർ എന്ന് പറയുന്നത്. ഇനി മാൻ എന്നു പറഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ബാങ്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ആവശ്യങ്ങൾക്കൊക്കെയാണ് നമ്മളിങ്ങനെ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാറ്. അപ്പോൾ ആ ഗവൺമെന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഒക്കെ ആയിരിക്കും, ലാർജ് കോർപ്പറേഷൻ, നമ്മൾ ബാങ്ക് പോലുള്ള ലാർജ് കോർപ്പറേഷൻ ഒക്കെ ആയിരിക്കും അതിന്റെ ഓണർ. അവരാണ് അതെല്ലാം ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ. ഓക്കെ, ഇതൊരു മാനിന്റെ എക്സാമ്പിൾ ആണ്. അപ്പം നമ്മൾ പറഞ്ഞു ഇവിടെ കുറേ കമ്പ്യൂട്ടേഴ്സ്, ഇതൊരു ലാനാണ്, ഇത് വേറൊരു ലാനാണ്. ഓക്കെ, ഇതിപ്പോൾ ഒരു ബാംഗ്ലൂർ എന്ന് പറഞ്ഞൊരു സിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുക. സിറ്റിയിലെ ഒരു ബ്രാഞ്ചാണിത്, മറ്റൊരു ബ്രാഞ്ചാണിത്. ഇവ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്യാം. ഇതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇവ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കേബിൾസ് ഒക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഗൈഡഡ് മീഡിയ, അൺഗൈഡഡ് മീഡിയ, ചിലപ്പോൾ എന്തായിരിക്കും ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫൈബർ ഒപ്റ്റിക്സ് കേബിൾസ് ആയിരിക്കാം, അല്ലെങ്കിൽ വയർലെസ് ആയിട്ടായിരിക്കും കണക്ഷൻ പോകുന്നുണ്ടാവുക. അങ്ങനെ ഏതെങ്കിലും ഒരു ട്രാൻസ്മിഷൻ മീഡിയ വെച്ചിട്ടായിരിക്കും ഇവ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിട്ടുണ്ടാവുക. നെക്സ്റ്റ് വരുന്നതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞു ആദ്യം പാന് പറഞ്ഞു, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്. ഇങ്ങനെ ഒരുപാട് കുറച്ച് സിസ്റ്റംസ് മാത്രം കണക്ട് ചെയ്യുന്നത് പാൻ എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ഏരിയ കുറച്ചും കൂടെ കവർ ചെയ്തിട്ട് നമ്മൾ ലാന് പറഞ്ഞു. ഇനി ഒരുപാട് ലാനുകൾ കൂടി ചേർന്നിട്ട് നമ്മൾ മാൻ ഉണ്ടാവാന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ഒരുപാട് മാനുകൾ കൂടി ചേർന്നിട്ടുണ്ടാവുന്നതാണ് വാൻ എന്ന് പറയുന്നത്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. അതായത് ഈ രാജ്യം മുഴുവനും അല്ലെങ്കിൽ കോർഡിനന്റ് മൊത്തത്തിൽ നമ്മൾ ഇപ്പോൾ സിറ്റി മാത്രം ലിമിറ്റ് ചെയ്യാതെ എല്ലാ സിറ്റിനും ഈ ലോകത്തെ മൊത്തത്തിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അത് ഹൺഡ്രഡ്സ് ഓഫ് കിലോമീറ്റേഴ്സ് നമുക്ക് അതായത് ലോകം മൊത്തത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേൾഡ് വൈഡ് ആയിട്ട് നമുക്ക് കണക്ഷൻ പോസിബിൾ ആണ്. അതാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ലാനുകൾ ഉണ്ടായിരിക്കും, ഒരുപാട് മാനുകൾ ഉണ്ടായിരിക്കും. ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് വാൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗൈഡഡ് അല്ലെങ്കിൽ അൺഗൈഡഡ് മീഡിയ യൂസ് ചെയ്തിട്ടായിരിക്കും വാനും സെറ്റ് ചെയ്യാം. ഒരു വാനിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് ആണ് അല്ലേ. അപ്പം നമുക്ക് ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുകൊണ്ട് ലോകത്ത് എവിടെയുള്ള ആൾക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ചെയ്യാനോ ഫയൽ സെൻഡ് ചെയ്യാനോ മെയിൽ സെൻഡ് ചെയ്യാനോ വീഡിയോസ് അയക്കാനോ എല്ലാം പോസിബിൾ ആണ്. അതെന്തുകൊണ്ടാണ്? അത് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞത് ഓരോന്നിനും ഓരോ ലിമിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലാന് മാൻ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് വാൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണോ? അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഈ കറക്റ്റ് ഓർഡറിൽ തന്നെ പഠിച്ചു പോകട്ടോ. പാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞ ബ്ലൂടൂത്ത് ആണ്. ചെറിയ ഏരിയ, ഒരു തൊട്ടടുത്ത ആൾക്കാർ തമ്മിൽ പരസ്പരം ഫയലുകൾ ഷെയർ ചെയ്യാൻ പാൻ യൂസ് ചെയ്യാം. ലാൻ എന്ന് പറഞ്ഞാൽ അത് മാറ്റി അതിനെക്കാട്ടി കുറച്ചും കൂടെ ഏരിയ കവർ ചെയ്യുക. അതായത് നമുക്കൊരു റൂം, ഒരു ബിൽഡിങ്, അതിൻ്റെ ഉള്ളിൽ കുറേ സിസ്റ്റംസ് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തിട്ട് ഫയലുകൾ ഷെയർ ചെയ്യാൻ നമുക്ക് ലാൻ യൂസ് ചെയ്യാം. ഇതിനിടയിൽ ക്യാൻ എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യേണ്ടതാണ് ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. അതായത് ക്യാമ്പസിൻ്റെ ഉള്ളിൽ, ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിൻ്റെ ഉള്ളിലൊക്കെ വർക്ക് ചെയ്യുന്നതാണ് ക്യാൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതിനപ്പുറം മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ, സിറ്റികൾ തമ്മിൽ പരസ്പരം, അതായത് ഒരു സിറ്റിൻ്റെ ഉള്ളിൽ തന്നെ പല ബ്രാഞ്ചസ് തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് യൂസ് ചെയ്യുക. അതാണ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാൻ എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ്, വേൾഡ് വൈഡ് ആയിട്ട് എല്ലാ ഡിവൈസുകളെ തമ്മിൽ പരസ്പരം കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് വാൻ എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? അപ്പോൾ ഇതാണ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്. ഇത് നെറ്റ്വർക്ക് എത്രത്തോളം ഏരിയ കവർ ചെയ്യാൻ സാധിക്കും എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നെറ്റ്വർക്കുകളെ നമുക്ക് മെയിനായിട്ട് 4ആയിട്ട് ഡിവൈഡ് ചെയ്യാം. പാന്, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്, ലാന്, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്, മാന്, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്, വാന്, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇതിൻ്റെ ഇടയിൽ ലാനിൻ്റെയും മാനിൻ്റെ ഇടയിൽ ക്യാനും കൂടെ ഉണ്ട്. ജസ്റ്റ് ആ പേര് ഓർത്ത് വെക്കട്ടെ, ക്യാമ്പസ് ഏരിയ നെറ്റ്വർക്ക്. പാൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഏരിയ മാത്രമേ കവർ ചെയ്യൂ. ലാൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഏരിയ, ഒരു ബിൽഡിംഗ് അല്ലെങ്കിൽ ഒരു റൂമിൻ്റെ ഉള്ളിലെ സിസ്റ്റംസ് പരസ്പരം കണക്ട് ചെയ്യാം. മാൻ എന്ന് പറഞ്ഞാൽ ഒരു സിറ്റിക്കുള്ളിൽ ബ്രാഞ്ചസ് തമ്മിൽ, ഡിഫറെൻറ്റ് ബ്രാഞ്ചസ് തമ്മിൽ കണക്ട് ചെയ്യുക. വാൻ എന്ന് പറഞ്ഞാൽ സിറ്റിയും കൺട്രീസും എല്ലാം കൂടെ ഒന്നിച്ച് കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്നതാണ് വാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇത് ലാന്. വാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോകത്തെമ്പാടുമുള്ള എല്ലാ സിസ്റ്റംസും തമ്മിൽ കണക്ട് ചെയ്യുക. മാൻ എന്ന് പറഞ്ഞാൽ ഓരോ സിറ്റികൾ തമ്മിൽ കണക്ട് ചെയ്യുക. ക്യാൻ എന്ന് പറഞ്ഞാൽ ഓരോ ക്യാമ്പസ്, ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആ യൂണിവേഴ്സിറ്റിൻ്റെ അതിന് ഡിഫറെൻറ്റ് ബിൽഡിംഗ് ഉണ്ടായിരിക്കും, അത് തമ്മിൽ കണക്ഷൻ കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് നെറ്റ്വർക്ക് ഡിവൈസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് പരസ്പരം ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നെറ്റ്വർക്കിലേക്ക് ഒരു ഡിവൈസുകൾ, കമ്പ്യൂട്ടറുകൾ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഡിവൈസുകളുടെ ആവശ്യമുണ്ട്. അതാണ് നെറ്റ്വർക്കിംഗ് ഡിവൈസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് റിപ്പീറ്റർ, ഹബ്ബ്, സ്വിച്ച്, റൂട്ടർ, ബ്രിഡ്ജ്, ഈതർനെറ്റ് കാർഡ്, വൈഫൈ എക്സ്റ്റെൻഡർ, RJ45 ആൻഡ് ക്രിമ്പിംഗ് ടൂൾസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എടുത്താണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഇൻ്റർനെറ്റിലൂടെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക അല്ലേ? ഈ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം, ഇപ്പോൾ ഒരാൾ, ഇപ്പോൾ നമ്മളെ കേരളത്തിലാണുള്ളത്, ഒരാൾ വേറെ എവിടെയെങ്കിലും, ഇപ്പോൾ UAE പോലുള്ള കൺട്രിയിലാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഒരുപാട് ലോങ് ഡിസ്റ്റൻസ് എന്ത് ചെയ്യണം, ട്രാവൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ഇടയ്ക്ക് അതിൻ്റെ സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതായത് നമ്മൾ ഇവിടുന്ന് അയക്കുന്ന അതേ സ്ട്രെങ്ത്തിലായിരിക്കില്ല ഇത് റിസീവറിൽ എത്തുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ എന്ത് വെക്കും, ഓരോ റിപ്പീറ്റേഴ്സ് വെക്കും. ഇപ്പോൾ റിപ്പീറ്റേഴ്സ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ സിഗ്നലിനെ ജസ്റ്റ് ഒന്ന് ആംപ്ലിഫൈ ചെയ്യും, അതിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടിയിട്ട് വീണ്ടും ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ അയക്കുന്നതിൻ്റെ ഇടയിലൊക്കെ എന്തുണ്ടാവും, ഓരോ ബോക്സ് ഉണ്ടാവും. അതാണ് റിപ്പീറ്ററിൻ്റെ ബോക്സ്. അപ്പോൾ റിപ്പീറ്റർ ചെയ്യുന്നത് എന്താണ്, ഈ വരുന്ന സിഗ്നലിനെല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ട്, അതിനെ റിസീവ് ചെയ്തിട്ട് ആ സിഗ്നലിൻ്റെ ആംപ്ലിഫൈ ചെയ്യും, ആ സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടിയിട്ട് വീണ്ടും സെൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താവും, ലോങ് ഡിസ്റ്റൻസിൽ എളുപ്പത്തിൽ ഇതിന് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ടാണ് ഇതിങ്ങനെ സെൻഡ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ആംപ്ലിഫൈ ദ സിഗ്നൽസ് ടു ദി ഒറിജിനൽ സ്ട്രെങ്ത്ത്. ആ സിഗ്നലിൻ്റെ സ്ട്രെങ്ത്ത് കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിപ്പീറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ലോങ് ഡിസ്റ്റൻസ് കമ്മ്യൂണിക്കേഷന് ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് റിപ്പീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പറയണോ? ക്ലിയർ അല്ലേ? ഹലോ, നെക്സ്റ്റ് വരുന്ന ഡിവൈസാണ് ഹബ്ബ്. ഹബ്ബ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ലാനിൻ്റെ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്തായിരുന്നു ലാന്? റൂമിൻ്റെ ഉള്ളിൽ ബന്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. ഒന്ന് മ്യൂട്ട് ചെയ്യൂട്ടാ. ഓക്കെ, അപ്പോൾ ഹബ്ബ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിപ്പോൾ ഒരു ലാബായി കൺസിഡർ ചെയ്തു. അപ്പോൾ ഇവിടെ ഒരുപാട് കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ കമ്പ്യൂട്ടേഴ്സിനെല്ലാം കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് ഹബ്ബ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഫറെൻറ്റ് ഡിവൈസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് ഹബ്ബ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ കമ്പ്യൂട്ടേഴ്സ് ഇങ്ങനെ പരസ്പരം
ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നന്നാൽ നമുക്ക് ഒരുപാട് കണക്ഷൻസ് ആവശ്യമായിട്ട് വരും. അങ്ങനെ കണക്ട് ചെയ്യാതെ എല്ലാ കമ്പ്യൂട്ടറുകളെയും നമ്മൾ എന്ത് ചെയ്യും, ഒരു സെൻട്രൽ ഹബിലേക്കാണ്. അതാണ് ഹബിൻ്റെ ഒരു പിക്ചർ. ഓക്കെ, നമ്മളെ ലാബിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹബിന് കാണാൻ വേണ്ടി സാധിക്കും. ഹബ്ബ് അല്ലെങ്കിൽ സ്വിച്ചാണ് ഇതിനു വേണ്ടി നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടറിലുള്ള ലാബിലുള്ള എല്ലാ കമ്പ്യൂട്ടറുകളെയും നമ്മൾ എന്ത് ചെയ്യും, ഹബിലേക്കാണ് കണക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഹബ്ബ് എന്ന് പറയുന്നത്. അതായത് ഇനിയിപ്പോൾ ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഇതിൻ്റെ പേര് സപ്പോസ് ചെയ്യാന്ന് വിചാരിച്ചോ. എ എന്നുള്ള കമ്പ്യൂട്ടർ, ഇവിടെ ഒരു കമ്പ്യൂട്ടർ ഉണ്ട്, ഇത് ആണെന്ന് വിചാരിച്ചോ. എന്നുള്ള കമ്പ്യൂട്ടറിലേക്ക് എന്ത് ചെയ്യണം, ഒരു ഫയൽ ഷെയർ ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുക, ആദ്യം നേരെ എങ്ങോട്ട് പാസ് ചെയ്യും, ഹബിലേക്ക് കൊടുക്കും. അപ്പോൾ ഹബ് എന്ത് ചെയ്യും, അതിനെടുത്തിട്ട് എല്ലാ ഇതിനുമായി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ കേബിളിലേക്കും ഈ ഫയൽ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ഇതിങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ സെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. അതായത് എനിക്ക് യിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഹബിന് ജസ്റ്റ് നെ മാത്രം സെലക്ട് ചെയ്ത് യിലേക്ക് മാത്രം അയക്കാനുള്ള ക്യാപ്പബിലിറ്റി ഇല്ല, അതിനുള്ള കഴിവില്ല. അതായത് ഡാറ്റനെ ഫിൽട്ടർ ചെയ്യാനുള്ള കഴിവ് ഹബിനില്ല. ഹബ് ഇത് എന്ത് ചെയ്യും, ഇതിൻ്റെ കോപ്പി എല്ലാ ഡിവൈസിലേക്കും പാസ് ചെയ്യും. അപ്പോൾ ഈ കിട്ടുന്ന ഡിവൈസുകൾ നോക്കും ഇതിൻ്റെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് ഏതാണ്. ഇതിപ്പോൾ ഇയാൾ നോക്കും, ഇതിപ്പോൾ ഇതിന് സപ്പോസ് ഇതിൻ്റെ പേര് ബി ആണെന്ന് വിചാരിച്ചോ. അപ്പോൾ ഇത് നോക്കും, ഇത് ബിയിലേക്കാണോ കറക്റ്റ് വരേണ്ടത്, അല്ല. അപ്പോൾ അതെന്ത് ചെയ്യും, അതിനെ ഡിസ്കാർഡ് ചെയ്യും, അത് ആക്സെപ്റ്റ് ചെയ്യില്ല. നെക്സ്റ്റ് സി ആണെന്നുണ്ടെങ്കിൽ ഇത് നോക്കും, ഇതിലേക്കാണോ വരേണ്ടത്, അല്ല. അപ്പോൾ അതിനെ ഡിസ്കാർഡ് ചെയ്യും. നെക്സ്റ്റ് ഡി ആണെങ്കിൽ ഇതിൽ നോക്കും അതിൻ്റെ അഡ്രസ്സ്, അപ്പോൾ അതും അല്ല. നെക്സ്റ്റ് ആണെങ്കിൽ ഓക്കെ ഇതിൻ്റെ അഡ്രസ്സ് തന്നെയാണ്, അപ്പോൾ ഇതെന്ത് ചെയ്യും, ഇതിനെ ആക്സെപ്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഹബ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എ നിന്ന ഡിവൈസിൽ നിന്നും യിലേക്ക് ഫയൽ ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ക്ലിയർ ആണോ പറഞ്ഞത്? അപ്പോൾ ഹബ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഡിവൈസുകളെ, ഡിഫറെൻറ്റ് കമ്പ്യൂട്ടറുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു നെറ്റ്വർക്കിംഗ് ഡിവൈസാണ് ഹബ് എന്ന് പറയുന്നത്. ഹബിൽ വരുന്ന ഡാറ്റ എന്ത് ചെയ്യും, ഈ ഹബിലേക്ക് വരുന്ന ഡാറ്റ ബാക്കി എല്ലാ കമ്പ്യൂട്ടറിലേക്കും എന്ത് ചെയ്യും, ഇത് സെൻഡ് ചെയ്യും. ഓക്കെ, അതാണ് ഹബിൻ്റെ പ്രത്യേകത. നമ്മൾ ഇനി നെക്സ്റ്റ് ഡിവൈസ് സ്വിച്ച് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്ത് പഠിക്കണം. അതുകൊണ്ടാണ് ഹബ് ഇങ്ങനെ പറയുന്നത്. ഹബിൽ വരുന്ന ഡാറ്റനെ എന്ത് ചെയ്യും, എല്ലാ ഡിവൈസിലേക്കും അത് സെൻഡ് ചെയ്യും. എന്നിട്ട് കറക്റ്റ് അഡ്രസ്സ് ഏതിൻ്റെതാണോ ആ ഡിവൈസ് മാത്രമേ അതിനെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ബാക്കി എല്ലാവരും അതിനെ ഡിസ്കാർഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഒരു കോപ്പി ഇങ്ങോട്ട് എല്ലാത്തിലേക്കും പാസ് ചെയ്യും. അപ്പോൾ ഇതാണെങ്കിൽ ഇതിലേക്കും എല്ലാ ഡിവൈസിലേക്കും, എല്ലാ കമ്പ്യൂട്ടറിലേക്കും കൊടുക്കും. പക്ഷെ അവർ അഡ്രസ്സ് നോക്കും. അപ്പോൾ കറക്റ്റ് ആൾക്കുള്ളതാണെങ്കിൽ മാത്രം അയാൾ ആക്സെപ്റ്റ് ചെയ്യും, അല്ലാത്തവർ അതിനെ ഡിസ്കാർഡ് ചെയ്യും. ഇതാണ് ഹബ് എന്ന് പറയുന്നത്. അതായത് ഹബിനെ ഫിൽട്ടർ ചെയ്ത് ഡാറ്റ എടുക്കാനുള്ള കഴിവ് ഇല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിവൈസാണ് സ്വിച്ച്. ഇപ്പം നമ്മളെ ലാബിലും എല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് സ്വിച്ചാണ് യൂസ് ചെയ്യുക. ഹബ് ഇപ്പം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. കാരണം എന്താ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇതിനെന്ത് ചെയ്യുക, ഫിൽട്ടർ ചെയ്തെടുക്കാനുള്ള കഴിവില്ല. അപ്പോൾ എല്ലാവർക്കും കോപ്പി എത്താനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഇൻ്റലിജൻറ്റ് ഡിവൈസാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഹബിനെ ഒരു ഇൻ്റലിജൻറ്റ് ഹബ് എന്ന് പറയാം. അതാണ് സ്വിച്ച് എന്ന് പറയുന്നത്. ഹബ് നമ്മൾ പറഞ്ഞു, ഹബ്ബ് പോലെ തന്നെ സ്വിച്ചും എന്താണ്, മൾട്ടിപ്പിൾ കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്പ്യൂട്ടർ ആവാം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റിംഗ് ഡിവൈസിനെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് സ്വിച്ചും. ഇവിടെ സ്വിച്ചിലേക്കൊരു, ഇപ്പോൾ ഇവിടുന്ന് നമുക്കൊരു ഈ PC 1 നിന്നും എനിക്ക് PC 8 ഡാറ്റ സെൻഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, ഇത് നേരെ എങ്ങോട്ട് എത്തുന്നു, സ്വിച്ചിലേക്ക് എത്തുന്നു. അപ്പോൾ സ്വിച്ച് നോക്കും ഇതിൻ്റെ അഡ്രസ്സ് ഏതാണ്, 8ലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ നേരെ എന്ത് ചെയ്യും, സ്വിച്ച് നേരെ 8ലേക്ക് ഡയറക്റ്റ് പാസ് ചെയ്യും. ഹബിനെ പോലെ ഓരോന്നിലേക്കും കോപ്പി എന്ത് ചെയ്യുന്നില്ല, പാസ് ചെയ്ത് വിടുന്നില്ല. അതാണ് ഇതൊരു ഇൻ്റലിജൻറ്റ് ഡിവൈസാണ്. ഇതിന് എന്ത് ചെയ്യുക, ഇൻ്റലിജൻറ്റ് ഡിവൈസ് എന്ന് പറയാൻ കാരണം ഏതാണോ ഡെസ്റ്റിനേഷൻ അതിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഡാറ്റനെ സെൻഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതായത് എല്ലാ കമ്പ്യൂട്ടറിലേക്കും സെൻഡ് ചെയ്യാതെ ആ സെലക്റ്റഡ് ഡിവൈസിലേക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഡാറ്റ സെൻഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ അതുപോലെ ഇപ്പോൾ ഒരേ സമയം മൾട്ടിപ്പിൾ ഡിവൈസിലേക്കും നമുക്ക് ഇപ്പോൾ ഇതിന് PC 1 എന്നുള്ള ഡാറ്റ എനിക്ക് PC 6ലേക്കും PC 7ലേക്കും ഒക്കെ സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും എന്ത് ചെയ്യും, അതിനനുസരിച്ച് മൾട്ടിപ്പിൾ പ്ലേസിലേക്കും ഇതുവഴി നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ സെൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് സ്വിച്ച്. ഹബ്ബും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ് കറക്റ്റ് മനസ്സിലാക്കുക. ഹബ്ബും സ്വിച്ചും രണ്ട്